എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് അജിത്ത്. എന്റെ ജീവിതത്തിലുണ്ടായ സുന്ദരവും സുരഭിലവുമായ ചില നിമിഷത്തെ പറ്റിയാണ് ഞാൻ ഇവിടെ പരാമർശിക്കുന്നത്. എന്റെ തൊട്ടയിലത്തുള്ള ലതച്ചേച്ചിയെ പറ്റിയായിരുന്നു എന്റെ ചെറുപ്പകാലത്തുള്ള ഒരു അനുഭവം. ലതച്ചേച്ചിയുടെ അടിവസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുപോയി ഞാൻ കിടക്കുന്ന എന്റെ മുറിയിൽ സൂക്ഷിച്ചു വെക്കുന്നതായിരുന്നു എന്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയൊരു ഹോബി. ഇപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ കൊതിയൂറുന്ന ചില നിമിഷങ്ങളായിരുന്നു. രസം അതല്ലായിരുന്നു. ലതച്ചേച്ചി അറിഞ്ഞ് അവരുടെ അടിവസ്ത്രങ്ങൾ എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. ഇനി എന്നെ പറ്റി പറഞ്ഞാൽ, പേര് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 20 വയസ്സുള്ള സമയത്ത്, അതായത് കൗമാരത്തിൽ രക്തം തിളച്ചുമറിയുന്ന സമയം, ആ സമയത്ത് നടന്ന ചില സുന്ദര നിമിഷങ്ങളെ കുറിച്ചാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. എന്റെ വീട് ആലപ്പുഴ ജില്ലയിൽ പുന്നക്കുളം എന്ന കൊച്ചൊരു ഗ്രാമത്തിലാണ്. അവിടെ വലുതായിട്ടൊന്നും വീടൊന്നുമില്ല. അങ്ങുമിങ്ങും ഒന്നോ രണ്ടോ വീടുകൾ കാണാം. ഒരു ചെറിയ ഇടവഴിയുടെ സൈഡിലായിട്ടാണ് എന്റെ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ ഇടവഴിയുടെ വടക്കുവശത്തായിട്ടാണ് തെങ്ങിൻതറയിൽ കൃഷ്ണൻകുട്ടിച്ചേട്ടനും ഭാര്യ ലതച്ചേച്ചിയും താമസിക്കുന്നത്. കൃഷ്ണൻകുട്ടിച്ചേട്ടന് ചായക്കടയാണ്. തൊട്ടടുത്ത മാമൂട് ജംഗ്ഷനിലായിരുന്നു കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ ചായക്കട. കൃഷ്ണൻകുട്ടിച്ചേട്ടന്റെ ഭാര്യ ലതച്ചേച്ചിയെ കണ്ടാൽ തന്നെ ആരും കൊതിക്കുന്ന ഒരു ശരീരപ്രകൃതിയായിരുന്നു. നല്ല വെളുപ്പും നല്ല പക്കും, ശരിക്കും പറഞ്ഞാൽ ചേച്ചിക്ക് എല്ലാം കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു. എന്റെ ഇളം പ്രായത്തിൽ വൈകുന്നേരമായാൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒന്നിച്ചൊരു കലിങ്കിലിരുന്ന് സംസാരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ പറയുമായിരുന്നു ലതച്ചേച്ചി എന്ന സൗന്ദര്യധാമത്തെക്കുറിച്ച്. വീട്ടിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ നൈറ്റിയുടെ ഒരു സൈഡ് മുകളിലോട്ട് കയറ്റി കുത്തി ആ വെളുത്ത കണങ്കാലൊക്കെ കാണിച്ച് എല്ലാവരും കാണാൻ പാകത്തിന് വെച്ചിട്ടാണ് നടക്കുന്നത്. ലതച്ചേച്ചിയുടെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ചില നിമിഷങ്ങളെന്ന് പറയുന്നത് കുനിഞ്ഞു നിന്ന് തുണി അലക്കുന്നതാണ്. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാ തുണികളും എടുത്തിട്ട് അലക്കുകയാണോ എന്ന് ഞാനും എന്റെ സുഹൃത്തുക്കളും സംശയിച്ചിട്ടുണ്ട്. കാരണം തുണി അലക്കാൻ തുടങ്ങിയാൽ മണിക്കൂറുകൾ എടുക്കും അത് തീരാൻ. കുറെ നേരം ഓരോരോ തുണിയുമായി കുനിഞ്ഞു നിന്ന് തുണി നനയ്ക്കുന്നത് ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. സർവ്വതും കിടന്ന് കുലുങ്ങുന്നത് കണ്ടാൽ തന്നെ അറിയാം അടിയിലൊന്നും ഇടാതെയാണ് ചേച്ചി തുണി നനയ്ക്കുന്നതെന്ന്. ആ രംഗമൊക്കെ ഒന്ന് ദർശിക്കാനായി ചിലപ്പോഴൊക്കെ ചേച്ചി തുണി നനയ്ക്കാൻ തുടങ്ങുന്ന സമയം ഞാൻ അകത്തുപോയി ഒരു കട്ടൻ ചായ ഇട്ടുകൊണ്ട് വീടിന്റെ വടക്കുവശത്തുള്ള തിണ്ണയിൽ വന്ന് സ്ഥാനം പിടിക്കും. വെറുതെ കിട്ടുന്ന പാൽപ്പായസം കളയേണ്ട കാര്യമില്ലല്ലോ. എന്റെ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് എന്റെ ഭാഗ്യം. അച്ഛന് കൂലിപ്പണിയാണ്. അച്ഛൻ രാവിലെ അങ്ങ് ഇറങ്ങിപ്പോകും. അമ്മ രാവിലെ കശുവണ്ടി ആപ്പീസിലും പോകും. ഞാൻ ഒരു മകനേ ഉള്ളൂ. അതുകൊണ്ട് രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ എന്റെ സാമ്രാജ്യമാണ്. കൂട്ടുകാരൊക്കെ എന്നെ എപ്പോഴും ലതച്ചേച്ചി കാണിക്കുന്ന കാര്യം പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അവന്മാർ എന്നെ കളിയാക്കുന്നത് ചിലപ്പോഴൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊക്കെ എനിക്കാണെങ്കിൽ ഒരു 30-35 വയസ്സൊക്കെയുള്ള ചേച്ചിമാരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ആവേശമായിരുന്നു. അങ്ങനെ ലതച്ചേച്ചിയെ കണ്ട് ചേച്ചിയോട് എനിക്കൊരു വല്ലാത്ത കൊതി തന്നെ തോന്നി. ഒരു ദിവസം രാത്രി ഒരു 8 മണിയായി കാണും. ഞാൻ എന്റെ വീടിന്റെ തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വടക്കോട്ട് നോക്കിയപ്പോൾ ലതച്ചേച്ചി അവരുടെ മുറ്റത്ത് നിൽക്കുന്നു. ആരെയും നോക്കി നിൽക്കുവാണെന്ന് തോന്നി. കൃഷ്ണൻകുട്ടിച്ചേട്ടൻ കടയടച്ചേച്ച് രാത്രി ഒരു 10 മണിയെങ്കിലും ആകും വരാൻ. പിന്നെ ആരെ നോക്കിയാണ് അവര് നിൽക്കുന്നത്? ഇനി വല്ല ഉടായിപ്പുമാണോ? ഏയ്, അങ്ങനെയൊന്നും ആയിരിക്കാനിടയില്ല. അവരെക്കുറിച്ച് ഇതേവരെ അങ്ങനെയൊന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് വെറുതെ തോന്നുന്നതാകും. എന്തായാലും കാര്യമൊന്നും അറിയണമല്ലോ. ഞാൻ പതിയെ എഴുന്നേറ്റ് ഇരുട്ടിന്റെ മറപറ്റി അവരുടെ വീടിന്റെ പുറകുവശത്ത് ചെന്ന് നിന്നു. ചേച്ചി അപ്പോഴും മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പുറകുവശത്ത് വീടിന്റെ സൈഡിൽ അശയിൽ ചേച്ചി തുണിയെല്ലാം കഴുകിയിട്ടിരിക്കുന്നു. അതിലെല്ലാം ഉണ്ട്. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ചേച്ചിയുടെ അടിവസ്ത്രം. ഹോ, ഞാൻ ഞെട്ടിപ്പോയി. അതിന് എന്തൊരു വലിപ്പം! എന്റെ സിരകളിൽ രക്തം ചൂടുപിടിക്കാൻ തുടങ്ങി. ഞാൻ മറ്റൊന്നും ആലോചിച്ചില്ല. അതിൽ നിന്ന് 1-2 അടിവസ്ത്രവും എടുത്തുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. ഞാൻ എന്റെ മുറിയിൽ ചെന്ന് ഞാനൊന്ന് നോക്കി. എന്ത് വലിപ്പമായതിന്! എല്ലാം കൂടി കൊള്ളണ്ടായോ? ഞാൻ ഓർത്തു. സത്യത്തിൽ എന്റെ അമ്മയുടെ ഇത്ര വലിപ്പമില്ല. ഞാനത് കട്ടിലിന്റെ സൈഡിൽ വെച്ചിട്ട് അപ്പുറം കയറി കിടന്നു. എന്നിട്ട് വേഗം തന്നെ ചാടി എഴുന്നേറ്റു. ഹോ, ഇത് അങ്ങനെ അവിടെ നിന്നും വെക്കാൻ പറ്റില്ല.
മുറിയിലേക്കെങ്ങാനും അച്ഛനോ അമ്മയോ കയറി വന്നാൽ എന്തു ചെയ്യും? ഞാൻ അത് എടുത്തുകൊണ്ട് അലമാരയിൽ വെച്ചു. പിന്നെയും അത് അവിടെ നിന്നും എടുത്ത് മാറ്റി കട്ടിലിനടിയിൽ വെച്ചു. അങ്ങനെ അത് എവിടെ വെക്കുമെന്ന് എനിക്ക് ആകെ കൺഫ്യൂഷനായി. കാരണം മുറിയിലേക്ക് എപ്പോഴും അമ്മ കയറി വരും. ആ സമയത്ത് എന്റെ മുറിയിൽ ഇത് കണ്ടാൽ ശരിയാവത്തില്ല. സൈസ് കുറഞ്ഞതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ വലിയ സൈസുള്ളതാണ്. അതുകൊണ്ട് എത്രയും വേഗം എടുത്തുകൊണ്ട് വന്ന സ്ഥിതിക്ക് എന്റെ പല ആഗ്രഹങ്ങളും തീർത്തിട്ട് വേഗം തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇടണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അതും എടുത്തുകൊണ്ട് ചേച്ചിയുടെ വീടിന്റെ പുറകുവശം ലക്ഷ്യമാക്കി നടന്നു. ചുറ്റിനും നോക്കി, ആരുമില്ല. പുറകിലത്തെ വാതിൽ അടച്ചിരിക്കുകയാണ്. ചേച്ചി അവിടെ എങ്ങും കാണാനുമില്ല. അടുക്കളയിലാണെന്ന് തോന്നുന്നു. പാത്രങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ പുറകുവശത്തെ തിണ്ണയിൽ കയറി നിന്ന് ചേച്ചിയുടെ ആ വസ്ത്രങ്ങൾ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചിട്ടതും പെട്ടെന്നാണ് പുറകിലത്തെ വാതിൽ തുറന്നത്. അത് ലതച്ചേച്ചിയായിരുന്നു. ഒരു നിമിഷത്തേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. സത്യത്തിൽ ചേച്ചി എന്നെ കണ്ടു കഴിഞ്ഞു. എന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. ഇനി ഞാൻ എങ്ങനെ ചേച്ചിയുടെ മുഖത്തു നോക്കും? ഞാൻ നിന്ന് വിയർത്തു. ചേച്ചിക്കാണെങ്കിൽ എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും എന്നെ വലിയ കാര്യമായിരുന്നു. എല്ലാം തകിടം മറിഞ്ഞല്ലോ ഈശ്വര, ഞാൻ ആലോചിച്ചു. കൃഷ്ണൻകുട്ടിച്ചേട്ടനെ പറ്റിയുള്ള പല കാര്യങ്ങളും ചേച്ചി എന്നോട് പറഞ്ഞിരുന്നു. അത്രയ്ക്ക് കൂട്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. ഇന്നിപ്പോൾ ചേച്ചിയുടെ ഇതെല്ലാം എടുത്തോണ്ട് പോയത് എന്തിനാണെന്ന് ചേച്ചിക്ക് അറിയാം. ഞാൻ ആകെ പേടിച്ചു നിൽക്കുവാണ്. ഒന്നെങ്കിൽ ചേച്ചി എന്നോട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ചേച്ചി എന്നെ അടിക്കും. അതുറപ്പാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ അസ്തപ്രജ്ഞനായി അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മൗനം ഭേദിച്ചുകൊണ്ട് ചേച്ചിയുടെ ചോദ്യം. ആ, അപ്പോൾ നീ ആയിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇല്ലേ? ചേച്ചി ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ ഒന്നും മിണ്ടാതെ താഴോട്ട് നോക്കി ഒരേ നിൽപ്പാണ്. പക്ഷെ ചേച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ മനസ്സിലൊരു കുളിർമഴ പെയ്തു. അപ്പോൾ ചേച്ചിക്ക് ദേഷ്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചിയുടെ അടുത്ത ചോദ്യം, അതും ചിരിച്ചുകൊണ്ട്. അല്ല ജിത്തെ, നീ ഇതെന്തിനാ എടുത്തുകൊണ്ട് പോകുന്നത്? ഇതെവിടെ കൊണ്ടുപോവാ നീ? ഞാനാണെങ്കിൽ ആകെ ചമ്മി നാറി ഒരു പരുവമായി നിൽക്കുകയാണ്. ചേച്ചി തനിക്ക് കിട്ടിയ സന്ദർഭം ശരിക്കും എന്നെ കളിയാക്കി കൊല്ലുവാണ്. ഞാൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നു. ഡാ, തല പൊക്കടാ, ഞാൻ ആരോടും പറയത്തൊന്നുമില്ല. നീ പേടിക്കണ്ട. നിന്റെ കുഴപ്പമല്ലടാ മോനെ, നിന്റെ ഈ പ്രായത്തിന്റെ കുഴപ്പമാ. നിനക്ക് 10-20 വയസ്സല്ലേ കാണത്തുള്ളു. അപ്പോൾ ഇതല്ല, ഇതിന്റെ അപ്പുറവും കാണിക്കും നീ. ബാ, ഇവിടെ ഇരിക്ക്. അതും പറഞ്ഞ് ചേച്ചി എന്റെ കയ്യിൽ പിടിച്ച് തിണ്ണയിലേക്ക് ഇരുത്തി. ചേച്ചിയും എന്റെ അടുത്ത് തന്നെ ഇരുന്നു. ഞാൻ തല ഉയർത്തി ചേച്ചിയെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു. ചേച്ചിയും ചിരിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, നീ എന്നാൽ പൊയ്ക്കോ. ചേട്ടൻ കടയടച്ചേച്ച് വരാൻ സമയമായി. ഇനി അങ്ങേര് വന്ന് കണ്ടാൽ പിന്നെ അത് മതി അങ്ങേർക്ക്. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. ഞാൻ പതുക്കെ എഴുന്നേറ്റ് നടന്നു. പെട്ടെന്നാണ് ചേച്ചിയുടെ വിളി. ഡാ, ഇങ്ങി വന്നേ. ചേച്ചി പുറകിൽ നിന്ന് വിളിച്ചു. ഞാൻ തിരിച്ചു നടന്ന് ചേച്ചിയുടെ അടുത്തെത്തി. എന്താ ചേച്ചി? പിന്നെ നീ ആരോടും പറയില്ലെങ്കിൽ ഞാൻ നിനക്കൊരു സാധനം തരാം. ഇല്ല ചേച്ചി, എന്റെ അമ്മയാണ് സത്യം, ഞാൻ ആരോടും പറയില്ല. എന്നാലേ നാളെ രാത്രി ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ നീ ഇങ്ങോട്ട് വരണം. വന്ന് ഈ തിണ്ണയിലിരുന്നാൽ മതി. ചേച്ചി തരാം. എന്താ ചേച്ചി? അതൊക്കെ സസ്പെൻസ് ആടാ, പക്ഷെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ശരി ചേച്ചി, ഞാൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. എന്നിട്ട് വീട്ടിലേക്ക് നടന്നു. എന്തായിരിക്കും തനിക്ക് ചേച്ചി തരാമെന്ന് പറഞ്ഞത്? ഹോ, എങ്ങനെയെങ്കിലും ഒന്ന് നാളെ രാത്രി ഒരു 8 മണി ആയാൽ മതി. അവന്റെ മനസ്സു തുടിച്ചു.